ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ ഇന്നും CPIM രംഗത്ത്. ജമാഅത്തെ ഇസ്ലാമി പിന്തുണ സ്വീകരിക്കുമെന്ന വി ഡി സതീശന്റെ പരാമർശത്തിൽ ഹൈക്കമാൻഡ് നിലപാട് വ്യക്തമാക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. CPIM ഭൂരിപക്ഷ ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നു എന്നാണ് ഇത് സംബന്ധിച്ച ചോദ്യങ്ങളോട് വി ഡി സതീശന്റെ മറുപടി. LDF അധര വ്യായാമം നടത്തുന്നുവെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു. ജമാഅത്തെ ഇസ്ലാമി സഖ്യത്തിൻ്റെ കോർഡിനേറ്ററാണ് ഈ പറയുന്ന വി ഡി സതീശൻ. ജമാഅത്തെ ഇസ്ലാമിന് വർഗീയ നിലപാടില്ല എന്ന് പറഞ്ഞതും സതീശൻ തന്നെയാണ്. ഒരു ദേശീയ പാർട്ടിയുടെ നേതാവ് ജമാഅത്തെ ഇസ്ലാമിയെ ഇതുപോലെ പിന്തുണച്ച ഒരു നേതാവും പറയും. വി ഡി സതീശൻ പറയുന്ന ഈ നിലപാടിനോടൊപ്പമാണോ കോൺഗ്രസിൻ്റെ മറ്റ് നേതാക്കളും ഹൈക്കമാൻഡും? ഹൈക്കമാൻഡ് വ്യക്തമാക്കണം. ഇതേവരെ പറഞ്ഞിട്ടില്ല, മിണ്ടുന്നില്ല. കേരളത്തിലെ CPM ഞങ്ങൾ പറഞ്ഞല്ലോ, ഭൂരിപക്ഷ പ്രീണനവും സൗകര്യം പോലെ ന്യൂനപക്ഷ പ്രീണനവും. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് ന്യൂനപക്ഷ പ്രീണനം, അത് കഴിഞ്ഞപ്പോൾ ഭൂരിപക്ഷ പ്രീണനം. ഇപ്പം ലോക്കൽ ബോഡി കഴിഞ്ഞപ്പോൾ രണ്ടുമില്ല, മൊത്തം കൺഫ്യൂഷനാണ്. ആരെ പ്രീണിപ്പിക്കണമെന്നുള്ള കൺഫ്യൂഷനാണ്. ഇതാണ് നിലനിൽക്കുന്നത്. ഇടതുപക്ഷ നിലപാടിൽ നിന്ന് വ്യതിചലിച്ചു തീവ്ര വലതുപക്ഷമാണ് കേരളത്തിലെ ഗവൺമെന്റും കേരളത്തിലെ CPM-ഉം. LDF വളരെ കാലം കൊണ്ടു നടന്ന ഒരു പ്രസ്ഥാനം, അതിനെ UDF-നുണ്ടെന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ അഭിപ്രായം വെച്ച് അതിന് മുതലെടുക്കാൻ ഏതായാലും LDF-ന് കഴിയില്ല. ആ കാര്യം ഉറപ്പാണ്. കാരണം LDF ചെയ്ത കുറ്റത്തിന് മറുപടി അവർ ആദ്യം പറയണ്ടേ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.